അസാധാരണ പ്രതിസന്ധിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും തട്ടകത്ത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങനെ ഒരു വിമത നീക്കം നടത്തിയപ്പോൾ തളിപ്പറമ്പിലെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടതിലും ഗ്രാവിറ്റിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ ഈ ടി കെ ഗോവിന്ദന് പിന്നാലെ വിമത നീക്കത്തിന് തയ്യാറായേക്കാം. അങ്ങനെയെങ്കിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്ന വിവാദം ഒട്ടും ചെറുതല്ല. മുഖ്യമന്ത്രിയൊക്കെ ഇതിന് മറുപടി പറയാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഷോയുമായി കണ്ണൂരിൽ ഇറങ്ങുകയാണ്. പക്ഷേ അദ്ദേഹം ചെന്നിറങ്ങുന്നത് ഒട്ടും ഒരുപക്ഷെ പിണറായി വിജയൻ ഒരിക്കലും കണ്ടില്ലാത്ത തരത്തിലുള്ള കണ്ണൂരിൽ ഇതിനു മുമ്പുള്ള വിമത നീക്കം ആ രീതിയിൽ ഉണ്ടായത് എം വി രാഘവൻ പാർട്ടി വിട്ടു പോകുമ്പോഴുള്ള അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളാണ്. സ്വാഭാവികമായെന്ന് പിണറായി വിജയൻ അത്ര ഒരു ഈ ലെവലിലേക്കുള്ള നേതാവായി വളർന്നിട്ടില്ല. അന്ന് എം വി രാഘവനാണ് കണ്ണൂരിലെ നമ്പർ 1. ഇ കെ നായനാരും ഒക്കെ ഉണ്ടെങ്കിലും എം വി രാഘവനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. അന്ന് എം വി രാഘവന്റെ അനുയായികളായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. പിന്നീട് അവരെല്ലാം എം വി രാഘവനെ വിട്ടൊഴിഞ്ഞു. അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുമ്പോൾ പാർട്ടിക്ക് ഒപ്പം നിന്നവരാണ് പിണറായി ഉൾപ്പെടെയുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. അതിനുശേഷം CPM നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കണ്ണൂരിൽ സംഭവിക്കുന്നത്. കണ്ണൂരിൽ ഒരുപക്ഷെ ജി സുധാകരൻ CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിട്ടതിനേക്കാൾ CPMന് തലവേദന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന, തിരിച്ചടികളുണ്ടാക്കുന്ന, വരും ദിവസങ്ങളിൽ കൂടുതൽ CPM ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു നടപടിയാണ് ജില്ലാ സെക്രട്ടറി അംഗമായ ടി കെ ഗോവിന്ദൻ ഇന്നലെ പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോവുകയും വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. നമുക്കറിയാം, കണ്ണൂരിലെ ഒരു ജില്ലാ സെക്രട്ടറി മെമ്പർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെക്കാൾ പവർഫുള്ളായ, അത്രയധികം ശക്തനായ നേതാവാണ് ഗോവിന്ദൻ. എം വി ഗോവിന്ദന്റെ സമകാലികനാണ്. എം വി ഗോവിന്ദനൊപ്പം സംഘടനയുടെ എല്ലാ തലങ്ങളിലേക്കും വളർന്നുകയും പിന്നീട് ഗോവിന്ദൻ മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്ത നേതാവാണ്. അത്തരമൊരു നേതാവാണ് അവിടെ കലാപക്കൊടി ഉയർത്തുന്നത്. CPMന്റെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത മലപ്പട്ടമെന്ന ആ പാർട്ടി കോട്ടയിൽ നിന്ന് വന്ന നേതാവാണ് ഇങ്ങനെ വിമത സ്വരം ഉയർത്തുന്നത്, കലാപക്കൊടി ഉയർത്തുന്നത്. CPMന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത, അത്ര എളുപ്പം ദഹിക്കാത്തൊരു നടപടിയാണ് ഗോവിന്ദനിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഗോവിന്ദനാകാമെങ്കിൽ, മലപ്പെട്ടത് വന്ന ഗോവിന്ദനാകാമെങ്കിൽ എന്തിന് ഇനിയും പാർട്ടിയിൽ ഇത്തരം തെറ്റാൻ സമീപനം ഉണ്ടാകുമ്പോൾ എന്തിന് ഇങ്ങനെ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ എല്ലാം സഹിച്ചിരിക്കണമെന്ന ഒരു ചോദ്യം അണികളിലേക്ക് പടർന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന ഉറപ്പാണ്. അതിന്റെ ആശങ്ക നേതൃത്വത്തിനുണ്ട്. സാധാരണഗതിയിൽ ഇത് ഇന്നലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗോവിന്ദൻ വിമത നീക്കവുമായി വന്നതല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപിച്ചതല്ല. അദ്ദേഹം പല നേതാക്കളെ നേരിട്ട് കണ്ട് ഞാൻ ശ്യാമളയെ പരാജയപ്പെടുത്താൻ കഴിയുന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ എതിർപ്പ്